കാസർഗോഡ് പൂച്ചക്കാട് കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്ത 45 പവൻ സ്വർണം കൂടി കണ്ടെടുത്തു. പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെടുത്തത്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേർന്നു. അരുൺ, ഈ പോലീസ് കസ്റ്റഡിയുടെ കാലാവധി തീരാറായോ? ഈ ജിന്നുമ്മയും 500-ലേറെ പവൻ സ്വർണവുമാണ് മന്ത്രവാദത്തിന്റെ മറവിൽ കൊലപാതകം നടത്തി അവർ കവർന്നെടുത്തത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബാക്കി സ്വർണം എവിടെയാണെന്ന കാര്യത്തിൽ പോലീസിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? സുഹൈലെ 596 പവൻ സ്വർണമാണ് അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് ഈ പ്രതികൾ, മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള പ്രതികൾ തട്ടിയെടുത്തിരുന്നത്. ഇതിലിപ്പോൾ പോലീസ് 70 പവനോളം സ്വർണം ആകെ കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ ചട്ടഞ്ചാലിലും അതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തിലും നടത്തിയ തെളിവെടുപ്പിലാണ് 45 പവൻ സ്വർണം കണ്ടെടുത്തത്. ചട്ടഞ്ചാലിലെ കോപ്പറേറ്റീവ് ബാങ്ക്, സ്വർണ്ണ ജ്വല്ലറി, കാസർഗോഡ് നഗരത്തിലെ എമിറേറ്റ്സ് ഗോൾഡ് എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. ഇതിൽ ചട്ടഞ്ചാലിലെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 11 പവനും, ചട്ടഞ്ചാൽ സ്വർണ്ണ ജ്വല്ലറിയിൽ നിന്ന് 8 പവനും, എമിറേറ്റ്സ് ഗോൾഡിൽ നിന്ന് 22 പവനുമാണ് പോലീസ് പ്രതികളുമായി എത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. 596 പവൻ സ്വർണത്തിൽ 70 പവനോളം സ്വർണം പോലീസ് ഇതുവരെ കണ്ടെടുത്തു. ബാക്കി സ്വർണം കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തും പ്രതികൾ വിറ്റിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മംഗലാപുരം, കണ്ണൂർ ഭാഗങ്ങളിലായാണ് ഈ സ്വർണം കച്ചവടം ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ജിന്നുമ്മയും അതുപോലെ തന്നെ മറ്റുള്ള പ്രതികളും ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും വേണ്ടി ഈ പണം ഉപയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ പ്രതികൾ കേസിലുണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. സുഹൈൽ.